കാറ്റ് മൂളിപ്പറന്ന് വഴിയെ വന്നു പറഞ്ഞു, നിന്റെ ജീവിതം ഈ അക്ഷരങ്ങളോടൊപ്പം ജ്വലിക്കട്ടെ. ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവശ്വാസത്തിൽ നിന്നുയരുന്ന വാക്കുകൾ തീജ്വാലകൾ പോലെയാകണം എന്നത് മാത്രമാണ്. അമൃത പ്രീതം. പഞ്ചാബി സാഹിത്യത്തിലെ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് അമൃത പ്രീതം. 1919 ഓഗസ്റ്റ് 31 ഇപ്പോൾ പാകിസ്ഥാനിൽപ്പെടുന്ന ഗുജ്റൻവാലയിൽ ജനിച്ചു. സിഖ് മത പണ്ഡിതനും എഴുത്തുകാരനും അധ്യാപകനുമായ കർത്താൽ സിംഗ് ഹിതകാരിയാണ് അച്ഛൻ. അമ്മ രാജ് ബീബിയും അധ്യാപികയായിരുന്നു. ഏക മകളായിരുന്നു അമൃത. അമൃതയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അമ്മയുടെ മരണം അമൃതയ്ക്ക് ദുഃഖവും മുതിർന്ന ഒരാളുടെ ഉത്തരവാദിത്വവുമാണ് നൽകിയത്. കൂടുതൽ ഒറ്റപ്പെട്ട അമൃത എഴുത്തിലേക്ക് തിരിഞ്ഞു. കാൽപ്പനിക കവിതകളിലായിരുന്നു തുടക്കം. പക്ഷേ പിന്നീട് തൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞ് സ്ത്രീപക്ഷ രചനകളിലേക്ക് തിരിഞ്ഞു. 17-ാം വയസ്സിൽ പ്രീതം സിംഗിനെ വിവാഹം ചെയ്തു. അതേ വർഷം തന്നെയാണ് ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നതും. 1947 വിഭജന ശേഷം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് കുടിയേറി. ഓൾ ഇന്ത്യ റേഡിയോയിലെ പഞ്ചാബി സാഹിത്യ വിഭാഗത്തിൽ 1961 വരെ ജോലി ചെയ്തു. പരിമിതമായ ജീവിത സൗകര്യങ്ങൾക്കും ഉത്തരവാദിത്വങ്ങൾക്കും ഇടയിലും നിരന്തരം എഴുതുന്നുണ്ടായിരുന്നു അമൃത. 1960 അവർ ഭർത്താവിൽ നിന്നും വേറിട്ടു. അക്കാലങ്ങളിലാണ് ശ്രദ്ധേയമായ രചനകൾ പുറത്തുവന്നത്. 1950 പ്രസിദ്ധീകരിച്ച പിഞ്ചർ എന്ന നോവൽ വ്യവസ്ഥാപിത കുടുംബത്തിൽ വ്യക്തി എന്ന നിലയിൽ സ്ത്രീ അനുഭവിക്കുന്ന വേദനകളെയും സഹനങ്ങളെയും പീഡനങ്ങളെയും ഹൃദയാവർജകമായി വരച്ചുകാട്ടുന്നു. പാകിസ്ഥാൻകാരനും ബാല്യകാല സുഹൃത്തുമായ സജ്ജാദുമായുള്ള ആത്മബന്ധം പല കാര്യങ്ങളിലും അമൃതയുടെ ചിന്തകളെ വിശാലമാക്കാൻ സഹായിച്ചു. ഉറുദു കവിയും ഗായകനുമായ സഹീറുമായും അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ സഹീറിനൊപ്പം ജീവിക്കാൻ അമൃതയ്ക്കായില്ല. എഴുത്തുകാരനും ചിത്രകാരനുമായ ഇമ്രോസുമൊത്തായിരുന്നു ശിഷ്ടജീവിതം. 2005 ഒക്ടോബർ 31 ഡൽഹിയിൽ വെച്ചായിരുന്നു അന്ത്യം. അന്ത്യസമയത്ത് ഇമ്രോസും മക്കളായ നവരാജും കന്തളയും മരുമക്കളും പേരക്കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കൃതികൾ ഇതൊക്കെയാണ്: അമൃത് ലഹ്റാൻ, സുനേഹരെ, ഏക്സി അനീത, കാഗസ്തെ ക്യാൻവാസ്, കോറ കാഗസ്, സാഗർ അവർ സിപ്പിയ, ദില്ലി കി ഗലിയ, ജബ്കതേരെ, യാത്രി. ആത്മകഥയായ റവന്യൂ സ്റ്റാമ്പ് നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1956 പ്രസിദ്ധീകരിച്ച സുനേഹരയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചപ്പോൾ ആ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ സ്ത്രീയായി അമൃത. ആദ്യത്തെ പഞ്ചാബ് രത്ൻ അവാർഡും അമൃതയ്ക്കായിരുന്നു. ഭാരതത്തിൻ്റെ 2ാമത്തെ സിവിലിയൻ അവാർഡായ പത്മവിഭൂഷൺ നേടിയിട്ടുണ്ട്. 1982 കാഗസ്തെ ക്യാൻവാസ് എന്ന കൃതിക്ക് ജ്ഞാനപീഠവും ലഭിച്ചു. വിശ്വഭാരതി അടക്കം നിരവധി യൂണിവേഴ്സിറ്റികൾ ഡീലിറ്റ് നൽകി ആദരിച്ചിട്ടുള്ള അമൃതയ്ക്ക് ഒട്ടനവധി വിദേശ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. തൻ്റെ എഴുത്തുകളെക്കുറിച്ച് അമൃത ഇങ്ങനെ പറഞ്ഞു: ഗദ്യവും പദ്യവും അടക്കമുള്ള എൻ്റെ എല്ലാ രചനകളും ജാരസന്തതികളെ പോലെയാണ്. ഈ ലോകത്തിലെ ക്രൂര സത്യങ്ങൾ എൻ്റെ സ്വപ്നങ്ങളുമായി ഉണ്ടാക്കിയ അവിശുദ്ധ ബന്ധത്തിൽ നിന്നാണ് എൻ്റെ എഴുത്തുണ്ടായത്. സമൂഹത്തിൽ ജാരസന്തതിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ സൃഷ്ടികൾക്കും ഉണ്ടാവുക എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതെ, അമൃതയുടെ വരികൾ എന്നത് വായനക്കാരൻ്റെ ധമനികളിലൂടെ പുളഞ്ഞൊഴുകിയവയായിരുന്നു. വായനക്കാരൻ്റെ സ്വപ്നങ്ങളെയും മനസ്സിലെ ഇരുട്ട് നിറഞ്ഞ ഇടങ്ങളെയും പ്രകാശിപ്പിച്ചവയായിരുന്നു അമൃത പ്രീതത്തിൻ്റെ കവിതകൾ.